എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ വിശേഷങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. രാവിലെ എണീറ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ രാമേശ്വരത്തേക്ക് തിരിച്ചു. ഫസ്റ്റ് പാർട്ട് ടാഗ് ചെയ്യാം, എല്ലാവരും അതാദ്യം കാണാൻ നോക്കുക. സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ടുള്ളത് രാമേശ്വരത്ത് നമ്മുടെ രാമനാഥസ്വാമി ടെമ്പിൾ, അവിടുത്തെ മെയിൻ ടെമ്പിളും പിന്നെ കോതണ്ഡരാമൻ ടെമ്പിളും, ഈ രണ്ട് ടെമ്പിളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാമനാഥസ്വാമി ടെമ്പിളിൽ കുറച്ച് പേർക്ക് വഴിപാട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മറ്റേ 22 തീർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിൽ സ്നാനം ചെയ്യാമെന്ന്, പിന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നെ തൊഴുവിക്കാം എന്നൊരു 30-35 വർഷം മുന്നത്തെ വഴിപാട് കിടപ്പുണ്ടായിരുന്നു. കറക്റ്റായിട്ട് പറയാം 36 വർഷം. അപ്പം ആ വഴിപാടും ഈ പോക്കോടുകൂടി നമ്മൾ തീർക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് മെയിനായിട്ട് നമ്മുടെ ആ പാമ്പൻ ബ്രിഡ്ജ് അതൊക്കെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ നാളെ രാവിലെ നമ്മൾ ധനുഷ്കോടിയും കാണും. അങ്ങനെ ആണ് നമ്മളിപ്പം ഐറ്റിനറി പ്ലാൻ ചെയ്തേക്കണേ. അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അമ്പലത്തിൽ കണക്ട് ചെയ്ത 2 ഐതിഹ്യങ്ങളുണ്ട്. രാമനാഥസ്വാമി ടെമ്പിളിൽ അവിടെ 2 വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഒരു കഥ എങ്ങനെയാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാമനാഥസ്വാമി ടെമ്പിള്, അപ്പം ആ വിഗ്രഹം ഹനുമാനെ രാമൻ വിട്ടു വിഗ്രഹം എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തത്തിന് സമയമായപ്പോഴും എത്താത്ത കാരണം സീത മണ്ണുകൊണ്ടൊരു വിഗ്രഹം നിർമ്മിച്ചു. അപ്പോഴേക്കും ഹനുമാൻ എത്തി. അപ്പോൾ അങ്ങനെ 2 വിഗ്രഹങ്ങളും അടുത്തടുത്ത് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഹനുമാനെ പ്രീതിപ്പെടുത്താൻ ആദ്യം ഹനുമാൻ കൊണ്ടുവന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചത് തൊഴുതിട്ട് നമ്മൾ മറ്റേ വിഗ്രഹം തൊഴുവും. അങ്ങനെയാണ് ഒരു ഐതിഹ്യം. പിന്നെ വേറൊരു ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നതാണ് കേട്ടോ പാമ്പൻ ബ്രിഡ്ജ്. നല്ല ഭംഗിയായിരുന്നു ആ കാഴ്ച കാണാൻ. അപ്പുറത്തും ഇപ്പുറത്തും കടൽ, നമ്മൾ ശരിക്കൊരു ടൈംലെസ് ഒരു ഇതിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നല്ലൊരു അനുഭൂതി തന്നെയായിരുന്നു അത് നേരിട്ട് ഇങ്ങനെ കാണാൻ. പിന്നെ ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിർത്തി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു മിനിമം മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്പീഡ് തന്നെ നമ്മൾ പോയി. ഇനി രണ്ടാമത്തെ ഐതിഹ്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാമനാഥസ്വാമി ടെമ്പിളിൽ ഏറ്റവും മെയിൻ പിതൃതർപ്പണമാണ്. അപ്പോൾ അതിനു വേണ്ടി രാമൻ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഇരുന്ന സമയത്ത് സീതാദേവി പുറത്തായിരുന്നു, അതായത് പീരീഡ്സ് ആയിട്ട് ഇരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഹിന്ദു ഐതിഹ്യ പ്രകാരം എല്ലാവർക്കും അറിയാം, പീരീഡ്സ് ആയിരിക്കുന്ന ആദ്യത്തെ 7 ദിവസം നമ്മൾ അമ്പലത്തിൽ കയറാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സീതാദേവിക്ക് ആ പ്രതിഷ്ഠ അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സീതാദേവി മണ്ണുകൊണ്ട് ഒരു വിഗ്രഹം അവിടെ നിർമ്മിച്ച് അതിൽ പൂജ ചെയ്ത് പിതൃതർപ്പണം നടത്തുമായിരുന്നു. അപ്പോൾ രാമൻ്റെ തർപ്പണം അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്ന മഹർഷികളൊക്കെ ആദ്യം എന്ത് ചെയ്തു, സീതാദേവിയുടെ അടുത്തേക്ക് വന്നു. സീതാദേവിയുടെ അവിടെ വന്നു. രാമൻ്റെ അടുത്ത് ആൾക്കാരേ ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ്, അതിനോട് അനുബന്ധിച്ചാണ് സ്ത്രീകൾ കർമ്മം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂള് ഹിന്ദു ഐതിഹ്യത്തിൽ വന്ന് തുടങ്ങിയതെന്ന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ എവിടെ ദൈവത്തെ ആരാധിച്ചാലും എവിടെ ദൈവത്തെ പ്രതിഷ്ഠിച്ചാലും ഭഗവാൻ ആദ്യം അവിടെ പോവുള്ളൂ അത്രേ. അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇപ്പോൾ എനിക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, പക്ഷെ അന്ന് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കുറച്ചൊരു മെയിൽ ഡോമിനേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വന്നൊരു റൂളാണ് സ്ത്രീകൾ കർമ്മം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇതാണ് ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റിയുള്ള 2 ഐതിഹ്യങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. നമ്മൾ ഹോട്ടലെത്തി. മധുരയിൽ നിന്ന് ഒരു 3-3.5 മണിക്കൂറാണ് ജേണി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ളൊരു ഹോട്ടലിൽ നിർത്തിയതാണ്. താമസിക്കുന്ന ഹോട്ടലല്ല, എനിക്ക് തെറ്റിപ്പോഴാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ഹോട്ടലാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വെജിറ്റേറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തത്. ആഹാരമൊക്കെ അത്യാവശ്യം നല്ലത് തന്നെ ആയിരുന്നു. റൈസ്, പിന്നെന്താ ചപ്പാത്തി, കറി, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഞാനാണെങ്കിലും പോളേട്ടനാണെങ്കിലും ഭാവികയാണെങ്കിലും ഒന്നും
നമുക്ക് കുറേ വെറൈറ്റി ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ കാച്ചിരി പീച്ചുകൾ 2 ഞങ്ങളെ കഴിക്കാനേ സമ്മതിക്കില്ല. കറക്റ്റ് ഞങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും മിക്കവാറും കണ്ണും തുറന്നൊക്കെ എണീറ്റ് വരണേ. അതാണ് ഞങ്ങളുള്ള നേരത്തെ കഴിച്ചു തീർക്കാന്നുള്ളൊരു ഇതായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇതാണ് അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഹനുമാൻ്റെ അമ്പലം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് മറ്റേ അൺസിങ്കബിൾ റോക്ക് ഉള്ളത്. അതായത് സേതുബന്ധനത്തിൻ്റെ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീലങ്കയിലേക്ക് പോകാൻ വേണ്ടി ഒരു പാലം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചു. ആ പാലത്തിൽ കൂടെയാണ് അവർ ശ്രീലങ്കയിൽ ചെന്ന് യുദ്ധമൊക്കെ ചെയ്ത് ദേവിയെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ആ റോക്ക് കണ്ടോ, അത് ഞാൻ അധികം ഫോക്കസ് ചെയ്ത് എടുക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ടാണ് അത് നമുക്ക് അവിടെ തൊഴാൻ പറ്റി, അത് കാണാനും പറ്റി. ശരിക്കും വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുക തന്നെ ചെയ്യുകയാണ്. അത് ഐതിഹ്യപ്രകാരം ഇങ്ങനെയാണ്. പിന്നെന്താ അതിൻ്റെ സയൻറ്റിഫിക്സ് ഇതൊന്നും പറയാൻ എനിക്കറിയില്ല. ഡെൻസിറ്റി ഡിഫറൻസ് ഒക്കെ കൊണ്ടാണെന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത്. എനിവേസ് ഇതാണ് ഐതിഹ്യം അതിൻ്റെ. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കോദണ്ഡരാമക്ഷേത്രം. ഈ ക്ഷേത്രവും അത്യാവശ്യം സീ ലെവലിൽ നിന്ന് എത്രയോ അടി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ യുദ്ധത്തിന് ശേഷം രാമൻ വിഭീഷണനെ ലങ്കയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതായത് യുദ്ധത്തിന് തൊട്ട് മുമ്പ് അപകടം മുന്നിൽ കണ്ട് വിഭീഷണൻ കൂടുമാറിയല്ലോ, രാമൻ്റെ സൈഡിലേക്ക് വന്നല്ലോ. അപ്പോൾ ഇവിടെ വെച്ചാണ് ലങ്കയുടെ രാജാവായിട്ട് അടുത്ത ലങ്കാധിപനായിട്ട് രാമൻ വിഭീഷണനെ അഭിഷേകം ചെയ്ത സ്ഥലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ കോദണ്ഡരാമ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ കടൽ നല്ല വൃത്തിക്ക് കാണാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രാമനാഥ സ്വാമി അമ്പലത്തിൽ 22 തീർത്ഥങ്ങളെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ അഗ്നിതീർത്ഥമുണ്ട്. അഗ്നിതീർത്ഥം എന്ന് പറയുന്നത് കടലാണ്. അഗ്നിതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് അല്ലെങ്കിൽ കൈയും കാലും മുഖവും കഴുകിയിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാനാണ് പറയുന്നത്. പിന്നെയാണ് അവിടെ 22 കിണറിൽ നിന്ന് ബാക്കിയുള്ള തീർത്ഥങ്ങളുള്ളത്. ആ തീർത്ഥങ്ങൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അടുത്തടുത്ത കിണറിൽ തന്നെ ഒരു കിണറിൽ ഉപ്പ് വെള്ളമാണെങ്കിൽ മറ്റേ കിണറിൽ കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള യാതൊരു ഉപ്പ് രസവും ഇല്ലാത്ത വെള്ളം, അങ്ങനെയൊക്കെയാണ് ആ തീർത്ഥങ്ങളിലുള്ളത്. അതെങ്ങനെയാണത് പോസിബിൾ ആണെന്നുള്ളതെന്ന് തന്നെ നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയി അടുത്തടുത്ത് 2 കുഴി എടുത്തെങ്കിൽ 2 കുഴിയിൽ നിന്ന് ഉപ്പ് വെള്ളമല്ലേ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അതൊക്കെയാണ് അവിടുത്തെ ഒരു അത്ഭുതം എന്ന് പറയാൻ നമുക്കുള്ളത്. പിന്നെ ഏതോ ഒരു തീർത്ഥത്തിന് കർപ്പൂരത്തിൻ്റെ ഒരു സ്വാദും ഒരു സ്മെല്ലൊക്കെ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 22 തീർത്ഥങ്ങൾ അത് നമുക്ക് 2 രീതിയിലാണ് ഫുൾ സ്നാനം. അതായത് നമ്മുടെ തല വഴി വെള്ളം കോരി ഒഴിക്കണമെങ്കിൽ ഒരാൾക്ക് 300 രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ 100 രൂപയോ അങ്ങനെ എന്തോ വ്യത്യാസമുണ്ട്. തളിക്കുക മാത്രം ചെയ്താൽ മതി, അതനുസരിച്ച് കുറവ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ റൂം അത്യാവശ്യം വളരെ നല്ല മുറി തന്നെയായിരുന്നു. നല്ല ഫെസിലിറ്റീസ് ആവശ്യത്തിനെല്ലാം ഉണ്ടായിരുന്നു. ബീച്ചിൽ പോവാണ് ഗൈസ് അല്ലേ? ഉറങ്ങാൻ പോവാണ്. ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ് ആണല്ലോ. ഫസ്റ്റ് ബീച്ച് കണ്ടിട്ട് ഉറങ്ങാൻ പോവാന്ന് തോന്നുന്നു. കണ്ണൻ ചെവി അടച്ചു വെച്ചോ കേട്ടോ, ഉപ്പുകാറ്റടിക്കണ്ട. അമ്മിനിമുത്തി വെള്ളത്തിലോട്ട് നോക്കണം. ഫസ്റ്റ് ബീച്ച് അല്ലേടാ കണ്ണ, ഒന്ന് വെള്ളത്തിലേക്ക് നോക്കടാ കണ്ണ. ഹായ് ഹായ്. എന്തോ ആണെന്ന് മനസ്സിലായി. ആദ്യമായിട്ടാ ബീച്ച് ചെയ്തോളൂ. ഇതാണ് അഗ്നിതീർത്ഥം. അഗ്നിതീർത്ഥത്തിൽ നമ്മൾ ആദ്യമായിട്ട് പൊന്നമ്മയുടെ ബീച്ചും അഗ്നിതീർത്ഥം തന്നെയായിരുന്നു. അതൊരു നല്ലൊരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഒരു നിമിത്തമായിരുന്നു. മതി
ആദ്യമായിട്ട് വെള്ളം കാണുന്നതിൻ്റെ ഒരു പരിഭ്രാന്തി ഒന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഇതാണ് അഗ്നിതീർത്ഥത്തിലെ ഇവർ 4 പേരും എന്തായാലും ഫുൾ സ്നാനം ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നതായിരുന്നു. അതുകൊണ്ട് അക്കുച്ചേട്ടനും ശങ്കരനും സാവാനും അച്ഛനും അഗ്നിതീർത്ഥത്തിൽ മുഴുവൻ മുങ്ങി ആണ് അമ്പലത്തിലേക്ക് പോയത്. ഞങ്ങളെല്ലാവരും തീർത്ഥം തളിക്കുന്നേ ഉള്ളൂ. കൊച്ചുങ്ങളൊക്കെ ഉള്ളത് കാരണം റിസ്ക് എടുക്കണ്ടെന്ന് തീരുമാനിച്ചത് കാരണം നമ്മൾ തളിക്കുന്നേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ അഗ്നിതീർത്ഥത്തിൽ കൈയും കാലമൊക്കെ കഴുകിയാണ് അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് നമ്മൾ ഈ സ്നാനം കഴിഞ്ഞ് ഈറൻ മാറി വേണം അമ്പലത്തിലേക്ക് കയറാൻ. അപ്പോൾ അതിനുള്ള ചേഞ്ചിങ് റൂം എല്ലാം അവിടെ തന്നെ ഉണ്ട്. ചിക്കക്കൂട്ടിന് ചെറിയൊരു പേടിയായിരുന്നു, പക്ഷെ എന്നാലും അവൾ ഓക്കെ ആയിരുന്നു. വെള്ളമൊക്കെ കണ്ടിട്ടുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇറങ്ങാൻ മാത്രമേ ചെറിയ പേടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈറൻ മാറാനുള്ള സ്ഥലമൊക്കെ അമ്പലത്തിനുള്ളിൽ തന്നെയുണ്ട്. നമ്മൾ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് 22 കിണറിലെ തീർത്ഥം സ്നാനം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈറൻ മാറി വേണം അമ്പലത്തിൽ ദർശിക്കാൻ. അപ്പോഴും ഓർഡറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഐതിഹ്യപ്രകാരമാണെങ്കിൽ ഹനുമാൻ സ്ഥാപിച്ച വിഗ്രഹത്തിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ച് പിന്നീട് രാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിലേക്ക് വേണം പോകാൻ. ഹനുമാൻ കൊണ്ടുവന്ന് രാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം മറ്റേ വിഗ്രഹത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവാൻ. അത് അതേ ഓർഡറിൽ തന്നെയാണ് കേട്ടോ അത് വച്ചേക്കുന്നത്. അമ്പലത്തിലെ പ്രതിഷ്ഠകൾ നമ്മൾ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കും വയസ്സായവർക്കും VIP ദർശനം പോലെയുണ്ട്. അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് നമ്മളെ കയറ്റുകയും ചെയ്യും. ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരാൾ ഇവിടെ കാറ്റ് പറക്കുന്നതും എൻ്റെ ഷോൾ തീറ്റയൊക്കെ തന്നെയായിരുന്നു അവളുടെ പരിപാടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷോൾ തിന്നാൻ വേറൊരാളും കൂടി വന്നു. ഇപ്പുറത്ത് അവളും അപ്പുറത്ത് ചിക്കയും, രണ്ടുപേരും മാറി മാറി എൻ്റെ ഷോൾ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് ആക്ച്വലി പോളേട്ടൻ ആനിവേഴ്സറിക്ക് മേടിച്ച് തന്ന ചുരിദാറാണ്. ആദ്യമായിട്ടാണ് അത് ഇടുന്നത്. അപ്പോൾ കളർ ഇളകുമോയെന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ ഭാവികയോട് പറയുന്നുണ്ടായിരുന്നു, കൊച്ചിൻ്റെ വായിൽ വല്ല ചുമന്ന കളറും കണ്ടാൽ പേടിക്കണ്ട, ചോരയല്ല, എന്തായാലും എൻ്റെ ഷോള് കളർ ഇളകിയതായിരിക്കും. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് പിതൃതർപ്പണം അമ്പലം. അവിടെ ഫേമസ് ആണ് അഗ്നിതീർത്ഥത്തിൻ്റെ അവിടെ. ഇതാണ് 22 കിണറുകളിലേക്കുള്ള എൻട്രി. അകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി പാടില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഒന്നും തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫോൺ സബ്മിറ്റ് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ എന്നാലും എടുക്കാൻ പാടില്ല എന്നൊരു അൺസെഡ് റൂൾ ഉള്ളതുകൊണ്ട്, അൺസെഡ് സെഡ് റൂൾ തന്നെയാണ്, അതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ശങ്കരൻ ഞാനുമാണ് കുഞ്ഞിപ്പിള്ളേരെയും കൊണ്ട് വേഗം പോയത്. അപ്പോൾ കുറേ നേരം അമ്മയെ പിരിഞ്ഞിരുന്നതിൻ്റെ ചിക്കയുടെ സ്നേഹമാണ് ആ കാണുന്നത്. നിങ്ങൾ എത്രയായാലും പിള്ളേർക്ക് കുറേ നേരം കഴിഞ്ഞ് അമ്മയെ കാണുമ്പോൾ ആക്രാന്തമൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് നിങ്ങളാ കാണുന്നത്. അവയ്ക്ക് തിന്ന് തീർത്തില്ലെന്നേ ഉള്ളൂ അവൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. അത് നമ്മളുടെ ഹോട്ടലിന് അവിടെ ചേർന്ന് തന്നെ ഉള്ള സ്ഥലത്ത് തന്നെയായിരുന്നു. ഹോട്ടലിൽ തന്നെ വേറൊരു ഫ്രാഞ്ചൈസ് അങ്ങനെ പറയാം. 2 ഹോട്ടലുകൾ അടുത്തടുത്താണ്. മറ്റേതിനകത്ത് മുകളിലായിരുന്നു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. നമ്മളവിടെ ആഹാരം കഴിക്കാൻ പോയി. എന്നെ പെണ്ണ് കഴിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ചിക്കൻ ഉറങ്ങിയത് തന്നെ ഭാവിക്ക് ആഹാരം കഴിക്കാൻ പറ്റി. പക്ഷെ എൻ്റെ ഒക്കത്തുനിന്ന് ആൾ മാറുന്നുണ്ടായിരുന്നില്ല. ഞാനതുകൊണ്ട് നിന്നും ഇരുന്നും നടന്നും ഒക്കെയാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. ഫുൾ ട്രിപ്പ് എൻ്റെ അങ്ങനെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്നാലും നല്ലൊരു അനുഭവമായിരുന്നു. മധുരൈ കുറച്ച് ഹെക്ടിക് ആയിരുന്നു, നമുക്ക് ചൂടും എല്ലാം കാരണം കൊച്ചിനും. പക്ഷേ അതിൻ്റെ നേരെ ഘടക വിരുദ്ധമായിരുന്നു രാമേശ്വരം. ഒറ്റ നെഗറ്റീവേ ഉള്ളൂ, ഒരു ഹോട്ടലിലും നല്ല വെള്ളം കിട്ടില്ല, എല്ലായിടത്തും ഉപ്പുവെള്ളം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നല്ല വെള്ളം കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകുന്നവരും മേടിക്കാനൊക്കെ ബിസ്ലറി വാട്ടറൊക്കെ തന്നെ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഡേ 2 വിശേഷങ്ങൾ. ഡേ 3 നമ്മളുടെ ധനുഷ്കോടി ഡേ. അത് എന്നെയും പോളേട്ടിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പം രാമേശ്വരം പോകാനുള്ള ആൾക്കാർക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കുക. ഞങ്ങൾക്ക് പറ്റും വിധം എല്ലാം ആൻസർ ചെയ്യുന്നതാണ്. ഇത്രയും നാൾ ഞങ്ങളുടെ വീഡിയോകൾ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ് അസ്.
അപ്പോൾ ടാറ്റ ബൈ ബൈ, എല്ലാവർക്കും നല്ലൊരു ടൈം നേരുന്നു. ബൈ ബൈ.